الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا فضربنا على آذانهم في الكهف سنين عددا ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തതുപോലെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സമാധാനവും ഒക്കെ നേടിയെടുക്കാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.
പുണ്യകരമായ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്ത് അള്ളാഹുവിന്റെ ഭവനത്തിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് ചേർന്നതിനെയും നമ്മൾ നിർവഹിക്കുന്ന ആരാധനാകർമ്മങ്ങളെയും അള്ളാഹു ഖബൂൽ ചെയ്യുകയും അതിമഹത്തായ പ്രതിഫലങ്ങൾ ഇഹപരവ ജീവിതങ്ങളിൽ പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസം അൽ കഹ്ഫ് ഓതുന്ന ദിവസമാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന് എല്ലാ ആഴ്ചകളിലും നിരന്തരമായി ഐക്യബോധവും സമരാവേശവും പകർന്നു കിട്ടേണ്ടതാണ്. വെള്ളിയാഴ്ച മുസ്ലിങ്ങളുടെ എല്ലാം മറന്നുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും മാറ്റിവെച്ചുള്ള ഐക്യത്തോടെയുള്ള ഒത്തുചേരലിന്റെ സന്ദർഭമാണ്. ആ ഐക്യം തകർന്നു പോകാതിരിക്കുവാൻ, അതിൽ അപകടകരമായ വിള്ളലുകൾ ഉണ്ടാകാതിരിക്കാൻ, ആ ഐക്യം അനുഭവിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനുമുള്ള നിരന്തരമായ അവസരങ്ങൾ എല്ലാ ആഴ്ചയിലും ഉണ്ടാകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ കൂടെ സുന്നത്താക്കപ്പെട്ട കാര്യമാണെങ്കിലും വിശുദ്ധ ഖുർആനിലെ നടുക്കണ്ടത്തിലുള്ള ഖുർആന്റെ നടുക്കണ്ടം, മുസ്ഹഫിന്റെ നടുക്കണ്ടം എന്നൊക്കെ നമ്മൾ പറയാം, ആ പൊസിഷനിലുള്ള ഖുർആനിലെ പ്രധാനപ്പെട്ട ഒരു സൂറത്ത് പാരായണം ചെയ്യാൻ കൂടി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നതിന്റെയും അതിലെ ആദ്യത്തിൽ നിന്നോ അവസാനത്തിൽ നിന്നോ ഏതാനും ആയത്തുകൾ മനഃപ്പാഠമാക്കി സൂക്ഷിക്കുകയും അത് നിരന്തരം ഓർത്തുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ നമസ്കാരങ്ങളിലും നമ്മൾ അല്ലാഹുവോട് അഭയം തേടുന്ന, അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുന്ന ഫിത്നത്തുൽ മസീഹ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷ കിട്ടും, അതിൽ നിന്ന് അല്ലാഹുവിന്റെ കാവൽ കിട്ടും എന്നതാണ് സൂറത്തുൽ കഹ്ഫിന്റെ അത് പാരായണം ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ അത് ഹൃദിസ്ഥമാക്കുന്നതിന്റെ ഒക്കെ പ്രതിഫലമായി അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടായി ഹദീസുകളിൽ കാണാൻ കഴിയുന്നത്. ദജ്ജാലിന്റെ ഫിത്ന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യർ, പ്രത്യേകിച്ചും വിശ്വാസികൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും കടുത്ത ഫിത്നയുടെ, കടുത്ത വെല്ലുവിളിയുടെ, പരീക്ഷണത്തിന്റെ പ്രതീകമാണത്. അപ്പൊ സൂറത്തുൽ കഹ്ഫ് ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന എല്ലാ പരീക്ഷണ ഘട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള സ്ഥൈര്യവും സമരാവേശവും പകർന്നു തരണം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സൂറത്തുൽ കഹ്ഫ് വിശുദ്ധ ഖുർആനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ചു കിട്ടുന്ന സന്ദർഭത്തിന് ചില സവിശേഷതകളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക ജീവിതത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ, മക്കാ ഘട്ടത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ ആണ് അത് അവതരിച്ചിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ ജീവിതഘട്ടത്തെ 4ആയി നമുക്ക് തരംതിരിക്കാൻ പറ്റുന്നതാണ്. അതിലെ ആദ്യത്തെ 2 ഘട്ടങ്ങളിൽ രഹസ്യപ്രബോധനം നടക്കുകയും രണ്ടാമത്തെ ഘട്ടത്തിൽ പരസ്യപ്രബോധനം ആരംഭിക്കുകയും ചെയ്ത ആദ്യത്തെ 2 ഘട്ടങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും ശത്രുക്കളിൽ നിന്ന് അഥവാ ഖുറൈശികളിൽ നിന്ന് അഭിമുഖീകരിക്കേണ്ടി വന്ന വെല്ലുവിളികൾ, അത് അവഹേളനങ്ങൾ, വിമർശനങ്ങൾ, പരിഹാസങ്ങൾ, ആരോപണങ്ങൾ, ഭീഷണികൾ, പ്രലോഭനങ്ങൾ, എതിർ പ്രചാരവേലകൾ തുടങ്ങിയ സ്വഭാവത്തിലുള്ളതായിരുന്നു. അതേസമയത്ത് നുബുവത്തിന്റെ 5ാം വർഷം മുതൽ ഏതാണ്ട് 9ാം വർഷം വരെയുള്ള പ്രവാചക ജീവിതത്തിന്റെ മക്കയിലെ 3ാം ഘട്ടം എന്ന് പറയുന്നത് കുറച്ചുകൂടി രൂക്ഷമായ പരീക്ഷണങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും വിധേയമാകേണ്ടി വന്ന സന്ദർഭമാണ്. അത്തരം സന്ദർഭങ്ങളിൽ നേർക്കുനേരെയുള്ള ശാരീരിക മർദ്ദനങ്ങൾ, സാമ്പത്തികമായ സമ്മർദ്ദങ്ങൾ, ഉപരോധങ്ങൾ, ഹിജ്റത്ത് നിർബന്ധിക്കുന്ന സാഹചര്യങ്ങൾ, നാടും സമ്പത്തുമൊക്കെ വിട്ടെറിഞ്ഞ് എവിടേക്കെങ്കിലും അഭയം തേടിപ്പോകേണ്ടുന്ന സാഹചര്യത്തിലേക്ക് വിശ്വാസികളെ നയിക്കുന്ന വിധത്തിലുള്ള കൂടുതൽ രൂക്ഷമായ പരീക്ഷണങ്ങൾക്ക്, വെല്ലുവിളികൾക്ക് വിശ്വാസി സമൂഹം വിധേയമായ കാലമാണ്. ആ കാലഘട്ടത്തിലാണ് എത്യോപ്യയിലേക്കുള്ള, അബിസീനിയയിലേക്കുള്ള പലായനം സംഭവിക്കുന്നത്. മക്കയിൽ അവശേഷിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള വിശ്വാസി സമൂഹം തന്നെയും ശഅബ് അബീ ത്വാലിബ് ഉപരോധത്തിനിരയായ കാലമാണ് അത്. സാമൂഹികമായും സാമ്പത്തികമായും മുസ്ലിം സമൂഹം ബഹിഷ്കരിക്കപ്പെട്ട പരീക്ഷണഘട്ടമാണത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ആണ് സൂറത്തുൽ കഹ്ഫ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് വരുമ്പോൾ അതിന്റെ ഉദ്ദേശവും അതിന്റെ ലക്ഷ്യവും മർദ്ദനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ ഗുഹാവാസികളുടെ കഥ കേൾപ്പിക്കുക, അതുവഴി അവരെ നിശ്ചയദാർഢ്യമുള്ളവരാക്കുക എന്നതായിരുന്നു. മുമ്പ് വിശ്വാസികൾക്ക് തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ എന്തെല്ലാം പ്രവർത്തിക്കേണ്ടി വന്നുവെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള വിശ്വാസികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഗുഹാവാസികളുടെ സ്ഥൈര്യത്തിന്റെ കഥ, വിശ്വാസ സംരക്ഷണത്തിന് അവരനുഷ്ഠിച്ച ത്യാഗത്തിന്റെ കഥ, ആ ത്യാഗത്തിന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് സഹായമായി വന്നു ഭവിച്ച റിസൾട്ടിന്റെ ചരിത്രം ആ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത് എന്ന് കാണാൻ പറ്റുന്നതാണ്. ഗുഹാവാസികളുടെ ചരിത്രം യഥാർത്ഥത്തിൽ രാജ്യവും രാജാവും ഭരണകൂടവും നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും വിശ്വാസപരമായി തങ്ങൾക്കെതിരാവുകയും അങ്ങനെയുള്ള ഒരു നാട്ടിൽ തങ്ങളുടെ ഏകദൈവ വിശ്വാസവുമായി ബഹുദൈവത്വത്തിനും വിഗ്രഹാരാധനക്കും വിരുദ്ധമായ ഏകദൈവ വിശ്വാസവുമായി നിലകൊള്ളാനുള്ള അനുവാദം നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ നാളെ നിങ്ങൾക്കുള്ള അവസാനത്തെ ഡേറ്റാണ്. ആ ഡേറ്റിനുള്ളിൽ ഗർവാപ്പസി നടത്തിക്കൊള്ളണം, തിരിച്ചു വന്നുകൊള്ളണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രാജ്യത്ത് നിലനിൽക്കാൻ കഴിയില്ല എന്ന രാജാവിന്റെ വിജ്ഞാപനമുണ്ടായ, ഉത്തരവുണ്ടായ ഒരു സന്ദർഭത്തിൽ തങ്ങളുടെ പ്രധാനപ്പെട്ട ദീനിനെ, വിശ്വാസത്തെ
അങ്ങനെ ഭീഷണികൾക്ക് മുമ്പിൽ വിട്ടുകൊടുക്കാൻ കഴിയില്ല, കീഴടങ്ങാൻ പറ്റുകയില്ല. സ്ഥൈര്യത്തോടെ വിശ്വാസത്തിന് കാവലാളുകളായി വിശ്വാസം സംരക്ഷിക്കാനുള്ള സാധ്യമായ എന്ത് നടപടിയും സ്വീകരിക്കേണ്ടതാണ് എന്ന് 7 ആളുകൾ 6 ആളുകൾ തീരുമാനിക്കുകയും ആ തീരുമാനത്തിനൊടുവിൽ അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷകൾ അർപ്പിച്ച് പ്രാർത്ഥനകൾ അർപ്പിച്ച് അവർ സ്വരക്ഷയ്ക്ക് മുൻഗണന കൊടുത്ത് ദീനിന് കാവലാളുകളായി ഒരു ഗുഹയിൽ അഭയം തേടിയതിന്റെയും അവർക്കനുകൂലമായി നീണ്ട 300 വർഷക്കാലത്തെ അവരുടെ ഒരായുസ്സിൽ നിന്ന് ഉറക്കത്തിലൂടെ മാറ്റിക്കളഞ്ഞ് അവർക്ക് വേണ്ടി ഒരു പുതിയ ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കനുകൂലമായ ഒരു ലോകത്തെ തുറന്നു വെക്കുന്ന സന്തോഷത്തിലേക്ക് ഉണർന്നെണീക്കുകയും ചെയ്യാൻ കഴിഞ്ഞ വളരെ വിസ്മയകരമായ ഒരു ചരിത്രമാണ് ഗുഹാവാസികളുടേതായി വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്. മർജിതരായ വിശ്വാസത്തിന്റെ പേരിൽ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു വേള മക്കയിൽ നിൽക്കക്കള്ളിയില്ലാത്ത ഒരു വിശ്വാസി സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഈ കഥ അവതരിപ്പിക്കുമ്പോൾ, ഈ ചരിത്രം അവതരിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ആമുഖത്തിൽ ചോദിക്കുന്ന ചോദ്യം, അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വർ-റഖീമി കാനൂ മിൻ ആയാതിനാ അജബ. താങ്കൾ വിചാരിച്ചുവോ? ആ ചോദ്യം എല്ലാവരോടുമുള്ള ചോദ്യമാണ്. നിങ്ങൾ കരുതുന്നുവോ ഗുഹാവാസികളുടെ റഖീം ഗ്രന്ഥ ഏടുകളുടെ ഫലകങ്ങളുടെ ഉടമകളായ അതിന്റെ ആളുകളായ ഫലകങ്ങളിൽ കൊത്തിവെക്കപ്പെട്ട ആ പേരുകളുണ്ടല്ലോ, ഗുഹാവാസികളുടെ 7 പേരുകൾ, ആ ആൾക്കാർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിലെ അസാധ്യമെന്ന് തോന്നുന്ന വളരെ അത്ഭുതകരമായ ഒരു കാര്യമായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുവോ? അസംഭവ്യമാണ് എന്ന്, ഇനിയും അതിന്റെ ആവർത്തനങ്ങൾ അസാധ്യമാണെന്ന് നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കുകയാണോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കഥ അവതരിപ്പിക്കുന്നത്. എന്തായിരുന്നു അവരുടെ സവിശേഷതയെന്നും എന്തായിരുന്നു അവരുടെ പ്രത്യേകതയെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അവരുടെ ഒന്നാമത്തെ സവിശേഷത, പ്രായം കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും അവർ നല്ല സ്ഥൈര്യവും ധീരതയുമുള്ള, വിശ്വാസത്തിന് വേണ്ടി, വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആ സ്ഥൈര്യം പ്രകടിപ്പിക്കുവാൻ, ആ ധൈര്യം പ്രകടിപ്പിക്കുവാൻ കരുത്തുള്ള, അതിന് സന്നദ്ധതയുള്ള ഒരു പറ്റം യുവാക്കളായിരുന്നു, ഒരു പറ്റം ചെറുപ്പക്കാരായിരുന്നു അവർ എന്നതാണ് ഖുർആൻ അവരെ വിശേഷിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം. അവരുടെ അവലംബം അല്ലാഹുവോടുള്ള പ്രാർത്ഥനയായിരുന്നു എന്നതാണ് അല്ലാഹു പറയുന്ന മറ്റൊരു കാര്യം. ഇത് അവൽ ഫിത്യതു ഇലൽ കഹ്ഫ്, ഗുഹയിൽ അഭയം പ്രാപിക്കുക എന്നത് അവരുടെ ചോയ്സ് ആയിരുന്നു, അത് അവർ തെരഞ്ഞെടുത്തതായിരുന്നു. മനുഷ്യസാധ്യമായി പരീക്ഷണഘട്ടങ്ങളിൽ അവലംബിക്കേണ്ടുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശ്വാസികൾ സ്വയം തെരഞ്ഞെടുക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അത് സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ തന്ത്രങ്ങളെ വിജയിപ്പിക്കാനുള്ള മർമ്മം, അതിനുള്ള കരുത്ത്, അതിനുള്ള ശേഷി, അതിനുള്ള കഴിവ് അത് ഏകനായ നാഥനാണുള്ളത് എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആ നാഥനോട് പ്രാർത്ഥിക്കുക എന്നതിനെയാണ് അവർ അവലംബിച്ചത്. ഫഖാലു റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ, അവർ പ്രാർത്ഥിച്ചത്, ഞങ്ങളുടെ നാഥ, നിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് റഹ്മത്ത് ചൊരിയണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. വഹയ്യ ലനാ മിൻ അംരിനാ റഷദ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ശരിയായ വഴി കാണിച്ചു തരണമേ, വഴി ഒരുക്കി തരണമേ എന്നതാണ് അവർ അല്ലാഹുവോട് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കാര്യങ്ങൾ അവർക്ക് അനുകൂലമായി സംഭവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുന്നത്, അവരങ്ങനെ നാട്ടിലുള്ള രാജാധികാരത്തെ, ഭരണവർഗത്തെ, അവരുടെ തിട്ടൂരങ്ങളെ, അവരുടെ വെല്ലുവിളികളെ, അവരുടെ വിവേചനപരമായ നിയമങ്ങളെ
അവരാരാധിക്കുന്ന, അവർ ദൈവങ്ങളായി കാണുന്ന, അവർ പരമാധികാരിയായി കാണുന്ന എല്ലാ ഇലാഹുകളെയും ആരാധ്യ വസ്തുക്കളെയും കൈവിട്ട് അള്ളാഹുവിനെ മാത്രം അവലംബിച്ച് അവർ ഗുഹയിൽ അഭയം തേടിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല യൻഷുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി, നിങ്ങൾ അങ്ങനെ ഗുഹയിൽ അഭയം പ്രാപിക്കുമ്പോൾ അല്ലാഹു അവന്റെ കാരുണ്യം നിങ്ങൾക്ക് വിശാലമാക്കി ഒരുക്കിത്തരും എന്ന് അല്ലാഹുവിന്റെ സന്തോഷ വാർത്തയുണ്ടായി അവർക്ക്. വയുഹയ്യിഉ ലക്കും മിൻ അംരിക്കും മിർഫഖ, നിങ്ങളുടെ കാര്യങ്ങളിൽ റഷദ് എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. ഞങ്ങൾക്ക് ശരിയായ വഴി കാണിച്ചു തരണം, വിവേകപൂർണമായ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്നാണ് അവർ അല്ലാഹുവോട് പ്രാർത്ഥിച്ചത്. അപ്പോൾ അല്ലാഹു അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചത് വയുഹയ്യിഉ ലക്കും മിൻ അംരിക്കും മിർഫഖ, നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള, വളരെ സൗകര്യപ്രദമായ മാർഗം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കിത്തരും എന്ന സന്തോഷ വാർത്തയാണ് അല്ലാഹു അവർക്ക് അറിയിച്ചു കൊടുത്തത് എന്നതാണ് സൂറത്തുൽ കഹ്ഫിലൂടെ വിശദീകരിക്കുന്നത്. ആ വിശ്വാസികളുടെ, ആ ഗുഹാവാസികളുടെ ഗുണമായി വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, വളരെ സത്യസന്ധമായി ഏതാണ്ട് ഒരു 200 വർഷം മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന്റെ ഒരുപാട് നൂറ്റാണ്ടുകൾക്കപ്പുറമൊന്നും സംഭവിച്ച കഥയല്ല ഇത്. ഏതാണ്ട് ഒരു 2-3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രം സംഭവിച്ച ആ കഥ നാം ഇതാ താങ്കൾക്ക് വിശദീകരിച്ചു തരാൻ പോവുകയാണ്. കാരണം മക്കയിലുള്ളവർ, ഇസ്ലാമിന്റെ വിരോധികൾ ഈ കഥയെക്കുറിച്ച്, ഈ ഗുഹാവാസികളെ കുറിച്ച് താങ്കളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കഥ നാം താങ്കൾക്ക് പറഞ്ഞു തരികയാണ്. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ആ കഥ എന്ന് പറയുന്നത്, ഗുഹാവാസികളുടെ കഥ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുറച്ച് ചെറുപ്പക്കാരുടെ കഥയാണ്, കുറച്ച് യുവാക്കളുടെ കഥയാണ്. ആ യുവാക്കൾ ആമനൂ ബിറബ്ബിഹിം, തങ്ങൾ റബ്ബിൽ വിശ്വസിച്ച കുറച്ച് ചെറുപ്പക്കാരുടെ കഥയാണത്. അവരങ്ങനെ അചഞ്ചലമായി വിശ്വസിക്കുകയും ആ ദീനിനെ കൈവിടാതെ അതിന് കാവലാളായി നിൽക്കുവാൻ, ആ ദീനിനെ വിട്ടുകൊടുക്കുകയില്ല എന്നവർ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ വസിദ്നാഹും ഹുദാ, നാം അവർക്ക് വഴി കാണിച്ചു കൊടുത്തു, അവർക്ക് നാം സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുത്തു. നേരായ ദിശയിൽ സഞ്ചരിക്കാനുള്ള കഴിവും സൗകര്യങ്ങളും നാം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ കഥകൾ വിശദീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നത് സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്തിൽ, അല്ലെങ്കിൽ ഈ കഥാസന്ദർഭങ്ങളുടെ അവസാന ഭാഗത്തിൽ ഗുഹാവാസികളുടെ എണ്ണം എത്രയാണെന്ന കാര്യത്തിൽ അന്ന് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ പറ്റി പരാമർശിച്ചുകൊണ്ടാണ് അത് അവസാനിക്കുന്നത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തീർപ്പ് പറയാതെ, ജനങ്ങളുടെ കൂട്ടത്തിൽ അവർ 5 ആളുകളായിരുന്നു, 6ാമനായി അവരുടെ കൂടെ അവരുടെ നായയുണ്ടായിരുന്നു. അവർ 6 ആളായിരുന്നു, 7ാമനായി നായയുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അതൊക്കെ വെറുതെ അവർ ഊഹിച്ചു പറയുന്നതാണ് എന്ന് പറഞ്ഞതിന് ശേഷം അവർ 7 ആളുകളായിരുന്നു, 8ാമനായി നായയുണ്ടായിരുന്നു എന്ന് പിന്നീട് പറയുകയും യഥാർത്ഥത്തിൽ റബ്ബുക്കും അഅലമു ബിഇദ്ദതിഹിം, അവരുടെ എണ്ണം നിങ്ങളുടെ റബ്ബിനാണ് അറിയുക എന്ന് പറയുന്നതിലൂടെ അവർ കൂടുതലോ കുറവോ എത്ര എണ്ണം ആളുകളായിരുന്നു എന്നത് ഈ കഥയെ സംബന്ധിച്ചിടത്തോളം, ഈ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രാധാന്യമുള്ള കാര്യമല്ല. അതെത്രയോ ആകട്ടെ, അതിന്റെ യഥാർത്ഥ കണക്ക് നാഥനാണ് അറിയുക. ഈ കഥയിൽ നിന്ന് യഥാർത്ഥത്തിൽ കിട്ടേണ്ടുന്നത് ആ കഥയുടെ ഗുണപാഠങ്ങളാണ്. ആ ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, സത്യവിശ്വാസിയുടെ മൗദൂദി സാഹിബ് തഫ്ഹീമിൽ ആ ഗുണപാഠങ്ങൾ, ആ കഥ നൽകുന്ന ഏറ്റവും സുപ്രധാനമായ ഗുണപാഠങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. സത്യവിശ്വാസിയുടെ യഥാർത്ഥ ഈ കഥയുടെ ഗുണപാഠം എന്ന് പറയുന്നത്, ഒരു സത്യവിശ്വാസി ഒരു പരിതസ്ഥിതിയിലും സത്യപഥത്തിൽ നിന്ന് വ്യതിചലിക്കാനോ അസത്യത്തിന് മുമ്പിൽ മുട്ടുമടക്കാനോ സന്നദ്ധനാവരുത് എന്നതാണ് ഈ കഥ നൽകുന്ന ഒന്നാമത്തെ പാഠം. ഒരു സത്യവിശ്വാസി ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും തനിക്ക് സംരക്ഷിക്കാൻ ബാധ്യതയുള്ള
ദീൻ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദീൻ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായി സംരക്ഷിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടോ അതൊക്കെയും സംരക്ഷിക്കുക എന്നതാണ്. കേവലം നമ്മുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ ഒരു മുസ്ലിമായി ആരാധനകൾ അനുഷ്ഠിച്ച് ദിക്റും പ്രാർത്ഥനകളും ചൊല്ലി ഇസ്ലാമികമായ വ്യക്തിജീവിത നിയമങ്ങൾ പാലിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്നതല്ല പ്രശ്നം. മറിച്ച് ദീൻ സംരക്ഷിക്കാൻ പറഞ്ഞതിനെയൊക്കെ സംരക്ഷിക്കുക. ദീൻ അനിവാര്യമായും സംരക്ഷിക്കപ്പെടണമെന്ന് ശരീഅത്ത് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ 5 എണ്ണമാണ്. അതിൽ പ്രഥമ സ്ഥാനത്ത് വരുന്നത് മനുഷ്യന്റെ വിശ്വാസം തന്നെയാണ്, ദീൻ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷം തർത്തീബിൽ ജീവനും അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. വ്യക്തികൾ എന്നുള്ള നിലക്കും സമുദായം എന്നുള്ള നിലക്കും മുസ്ലിം സമുദായത്തിന്റെ നിലനിൽപ്പ് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അവരുടെ അസ്തിത്വം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ ബുദ്ധി സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ആലോചിക്കാനും ചിന്തിക്കാനും ഒരു ജനാധിപത്യ സമൂഹത്തിലാണെങ്കിൽ പ്രത്യേകിച്ചും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനും ആ ജനാധിപത്യ ക്രമത്തിൽ ഇടപെടാനുമുള്ള എല്ലാ പൗരന്മാരെ പോലെയുമുള്ള അവകാശം, ബുദ്ധിപരവും ചിന്താപരവുമായ അവകാശം എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ടുന്ന കാര്യമാണ്. അവരുടെ നെസ്ല് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. നെസ്ൽ എന്ന് പറഞ്ഞാൽ വംശപരമ്പരകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നതാണ്. നിലനിൽക്കുന്ന ഒരു ജനറേഷന്റെ ജീവിതം മാത്രമല്ല, വരാനിരിക്കുന്ന കാലത്തെ ഈ ലോകത്ത് കടന്നു വരാനിരിക്കുന്ന വിശ്വാസികളുടെ തലമുറകളുടെ സംരക്ഷണം എന്നതുകൂടി ദീനിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായി അനിവാര്യവുമായും കാത്തു സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അങ്ങനെ വരും തലമുറകളെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി ഇസ്ലാമിലെ അത്ഭുതകരമായ വിസ്മയകരമായ പദ്ധതിയാണ് വഖഫ് എന്ന് പറയുന്നത്. നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ സാമ്പത്തികമായ ഭദ്രത മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സമുദായത്തിന് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ജീവിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല. വരുംകാല സമുദായങ്ങളെ കൂടി കണ്ട്, വരുംകാല തലമുറകളെ കൂടി കണ്ട്, അവരുടെ കൂടി നിലനിൽപ്പും സംരക്ഷണവും സുസ്ഥിതിയും കണ്ട് നിങ്ങളുടെ വിലപ്പെട്ട കനപ്പെട്ട സ്വത്തുക്കൾ വഖഫ് ചെയ്യാനാകണം എന്നതാണ് ദീൻ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം. ആ വഖഫുകൾ അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല. അത് ഈ ലോകത്ത് ഒരു സമുദായത്തിന്റെ, മുസ്ലിം സമുദായത്തിന്റെ മാത്രമല്ല, മനുഷ്യ വംശ പരമ്പരയുടെ തന്നെ സംരക്ഷണത്തിന്റെ ഭാഗമായി നിർവഹിക്കപ്പെടേണ്ടുന്ന കാര്യമാണ്. സമ്പത്ത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. വ്യക്തികളുടെ സമ്പത്തും പൊതുസമ്പത്തും സമുദായത്തിന്റെ പ്രത്യേകമായ പ്രോപ്പർട്ടികളും ഒക്കെയും ആ വിധം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ടുന്ന സാഹചര്യങ്ങളിൽ എന്തൊക്കെ വെല്ലുവിളികളുണ്ടായാലും സത്യവിശ്വാസി അത്തരം പരിതസ്ഥിതികളിൽ ദീനിനെ കൈവിട്ട് ആ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും അവകാശ സംരക്ഷണത്തിന്റെയും പാതയിൽ നിന്ന് വ്യതിചലിക്കാനോ അസത്യത്തിന് മുമ്പിൽ, അനീതിക്ക് മുമ്പിൽ, അവകാശ ലംഘനങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കാനോ പാടുള്ളതല്ല. സത്യവിശ്വാസിയുടെ യഥാർത്ഥ അവലംബം ലൗകിക വിഭവങ്ങളല്ല, സർവശക്തനായ അല്ലാഹുവാണ്. അങ്ങനെ അതിന്റെ കാവലിൽ മുന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് സാധ്യതകൾ, എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ആലോചിക്കൽ സ്ട്രാറ്റജിക്കലി ആവശ്യമുള്ള കാര്യമാണ്. സ്ട്രാറ്റജിക്കലി നമുക്ക് പദ്ധതികൾ ഉണ്ടാകണം. സമര പദ്ധതികൾ സ്ട്രാറ്റജിക്കലാവണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അത്തരം സമരതന്ത്രങ്ങളിൽ മാത്രമല്ല വിശ്വാസികൾ അവലംബിക്കുക, മറിച്ച് വിശ്വാസികളുടെ മുഖ്യമായ അവലംബം തങ്ങൾക്ക് സാധ്യമായതൊക്കെ ചെയ്യുമ്പോഴും അല്ലാഹുവായിരിക്കും അത്തരം മാർഗത്തിൽ വിശ്വാസികളുടെ അവലംബം എന്നതാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പ്രത്യക്ഷത്തിൽ സത്യതൽപരതയ്ക്ക് സഹായകമായ ലക്ഷണങ്ങൾ അന്തരീക്ഷത്തിൽ കാണാത്തപ്പോഴും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് സത്യസരണയിൽ അടിയുറച്ചു മുന്നോട്ട് നീങ്ങണം എന്നതാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം മുന്നോട്ട് വെക്കുന്ന ഗുണപാഠം എന്ന് പറയുന്നത്. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ നമ്മളൊരു ദുർബല സമുദായമാണ്, നമ്മളൊരു ന്യൂനപക്ഷ സമുദായമാണ്.
പക്ഷേ അപ്പോൾ പോലും നമ്മുടെ സാധ്യതകൾ എന്ത്? ആരെയൊക്കെ സഹകരിപ്പിക്കാനാണ് കഴിയുക? ആരെയൊക്കെ കൂട്ടുപിടിക്കാനാണ് കഴിയുക? എങ്ങനെയാണ് ശത്രുവിനെ നേരിടേണ്ടത് എന്നതിനുള്ള എന്തൊക്കെ തന്ത്രങ്ങളാണ് മെനയാൻ കഴിയുക എന്നതൊക്കെ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് തന്നെ അള്ളാഹുവെ അവലംബിച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ വിജയ സാധ്യതകളിലെങ്കിലും നിയമം പാസ്സായതല്ലേ, ഈ നിയമം എങ്ങനെ മാറാൻ എന്ന് ഭൗതികമായി ആലോചിക്കുമ്പോൾ പരിഹാരം മുന്നിൽ തെളിഞ്ഞു വരുന്നില്ലെങ്കിലും ഇതിനപ്പുറത്ത് നിലനിൽക്കുന്ന സാധ്യതകൾക്കപ്പുറത്ത് അള്ളാഹുവിന്റെ സുന്നത്തിൽ തന്നെ അസാധാരണത്വങ്ങൾ സംഭവിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് അനുകൂലമായ അവസ്ഥാമാറ്റങ്ങൾ സംഭവിക്കുമെന്ന ഗുണപാഠം അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ കഴിയണം എന്നതാണ് സൂറത്തുൽ കഹ്ഫ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശവും ഗുണപാഠവും. നിലനിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഇക്കാര്യങ്ങളെ വിശദമായി വായിക്കുവാനും അതിൽ നിന്ന് പ്രചോദനം സ്വീകരിക്കുവാനും അതിൽ നിന്ന് ലഭ്യമാകുന്ന ഗുണപാഠങ്ങൾ മുന്നിൽ വെച്ച് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ നിർണയിക്കുവാനും നമുക്ക് ബാധ്യതയുണ്ട്. അത് ഏതെങ്കിലും സംഘടനകളുടെയോ ഏതെങ്കിലും ചില നേതൃത്വങ്ങളുടെയോ ബാധ്യതയല്ല. മുസ്ലിം സമുദായം മൊത്തത്തിൽ അണിനിരക്കേണ്ടുന്ന സമര പോരാട്ടങ്ങൾക്ക് സമയമായിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ അത് സജീവമായിട്ടില്ലെങ്കിലും പതിവിന് വിപരീതമായി ദേശീയ തലത്തിൽ മുസ്ലിം സമുദായം വളരെ വ്യാപകമായി തെരുവുകളിൽ ഇറങ്ങി വഖഫ് നിയമത്തിനെതിരെ, കടുത്ത ഭരണഘടനാ വിരുദ്ധതയ്ക്ക് നേരെ, കടുത്ത മുസ്ലിം വംശഹത്യ പദ്ധതിക്കെതിരെ ഉള്ള സമര പോരാട്ടങ്ങളിലേക്ക്, പ്രതിഷേധങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. വരുംകാല ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളവും അത്തരം പോരാട്ടങ്ങളുടേതായിരിക്കും. അപ്പോൾ പിറകോട്ടടിക്കാതിരിക്കാൻ നമ്മൾ നിരന്തരമായി ഓതാൻ നിർദ്ദേശിക്കപ്പെട്ട ആയത്തുകൾ, അതിലെ ആശയങ്ങൾ, അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ അത് നമുക്ക് പ്രചോദനമാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ വെല്ലുവിളികളെയും എല്ലാ പ്രതിസന്ധികളെയും ദീനിന്റെ കാര്യത്തിലുള്ള എല്ലാ ഫിത്നകളെയും വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് മറികടക്കാൻ നമുക്ക് തുണയും തൗഫീഖും ഏകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وأصحابه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس فلا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك. اللهم إنا مظلومون فانصرنا. اللهم انصرنا على القوم الكافرين. اللهم انصرنا على القوم الظالمين. اللهم انصرنا على الحكام الظالمين. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم انصر إخواننا المجاهدين في غزة. اللهم انصر إخواننا المظلومين في فلسطين. اللهم انصرهم واهزم أعداءهم. اللهم خذ الظالمين أخذ عزيز مقتدر فإنهم لا يعجزونك. اللهم أرنا في الظالمين عجائب قدرتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر.